നമസ്കാരം. VIP വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചുവന്ന ബീക്കൺ ലൈറ്റുകൾ മെയ് 1 മുതൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. രാഷ്ട്രപതി മുതൽ മുഖ്യമന്ത്രിമാർ വരെ ചുവന്ന ലൈറ്റ് ഒഴിവാക്കുമ്പോൾ നിരത്തിലെ അധികാര ചിഹ്നത്തിൻ്റെ ഒരു ശ്രേണി ഇല്ലാതാവുകയാണ്. നിരത്തുകളിലെ അധികാര പ്രകടനങ്ങളിൽ മാറ്റം വരാൻ ചുവന്ന ബീക്കൺ ലൈറ്റ് മാത്രം ഒഴിവാക്കിയാൽ മതിയോ? അധികാരസ്ഥാനമുള്ള ഏതൊരാളും റെഡ് ഫ്ലാഷ് ലൈറ്റിട്ട് റോഡിലൂടെ പായുമ്പോൾ സാധാരണ പൗരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു. നിരത്തുകളിലെ ജനാധിപത്യം എങ്ങനെ നടപ്പാക്കാം? അതിഥികളായി പങ്കെടുക്കുന്നത് ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ, കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്; ശ്രീ ചെറിയാൻ ഫിലിപ്പ്, രാഷ്ട്രീയ നിരീക്ഷകൻ; അഡ്വക്കേറ്റ് സാജൻ പ്രസാദ്; പ്രവീൺ പരമേശ്വരൻ, മാനേജ്മെന്റ് വിദഗ്ധൻ. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ സ്പീഡ്, അദ്ദേഹത്തിൻ്റെ പോക്ക്, ലൈറ്റ്, ഇതൊക്കെയാണ് ആദ്യമേ ഈ നിരത്തുകളിൽ മന്ത്രിമാർ പോകുമ്പോൾ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായി, രാഷ്ട്രീയ ആക്ഷേപം ഉണ്ടായത്. ഈ ബീക്കൺ ലൈറ്റ് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രകടനം റോഡുകളിൽ എന്തിനാണ്? അപ്പം നിങ്ങൾ ആദ്യം ഉദ്ദേശിച്ച ആള് പേര് ശ്രീ കെ കരുണാകരൻ. അതെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് കൂടുതൽ ഈ സ്പീഡിൽ പോയിരുന്നതെന്ന് ഉണ്ട്. അതിൻ്റെ ബലിയാട് തന്നെ അദ്ദേഹത്തിനാവേണ്ടി വന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വണ്ടി ഇടിച്ച്, അകമ്പടിക്കാറിടിച്ച് ചില ആളുകൾ മരിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ, അകമ്പടിക്കാറുകൾ ഇടിച്ച് പോയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ രാജഭരണം നിന്നിരുന്നപ്പോൾ രാജാധികാരത്തിൻ്റെ ഭാഗമായി ധാരാളം പ്രൗഢിയും ആഡംബരങ്ങളും ചിഹ്നങ്ങളുണ്ടായിരുന്നു. ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ ഭാഗമായിരുന്നിട്ടുള്ള അത്. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം വന്നിട്ട് ഇപ്പോൾ 70 വർഷത്തോളമായിട്ടും ആ ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ പല നിൽക്കുകയാണ്. ആ അവശിഷ്ടങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ബീക്കൺ ലൈറ്റ്. പക്ഷേ ബീക്കൺ ലൈറ്റ് മാത്രമല്ല, മനോഭാവമാണ് ഏറ്റവും പ്രധാനം. ബീക്കൺ ലൈറ്റ് മാറ്റിയത് ഉചിതമാണ്. കാരണം കാറിലിങ്ങനെ പായുമ്പോൾ ഈ പറയുന്ന കറങ്ങുന്ന ലൈറ്റ്, ആ ലൈറ്റ് കാണുമ്പോൾ ആളുകൾ പേടിച്ചോടുന്നു. സത്യം പറഞ്ഞാൽ തെരുവിൽ പലപ്പോഴും ആളുകൾ ഈ വാഹനം കണ്ട് ഞെട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആംബുലൻസ് കാണുമ്പോൾ ആളുകൾ മാറുന്നു. കാരണം അതൊരു മരണാസന്നമായി പോകുന്ന ഒരാളാണ്. ചിലപ്പോൾ ഫയർ എഞ്ചിൻ വരുമ്പോൾ ആളുകൾക്ക് സഹിക്കാം. പക്ഷേ മന്ത്രിമാരെയും മന്ത്രിമാരെന്നുള്ളത് കേരളത്തിൽ ഒരു 10-20 പേരെ ഉള്ളത് സഹിക്കാം. ഈ ഉദ്യോഗസ്ഥ പട എന്താണ്? IAS IPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നീല വെളിച്ചമിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. അതിനു മുമ്പിലും അകമ്പടിക്കാർ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ആക്ഷേപമായി തീർന്നിട്ടുള്ള നിരവധി പ്രൗഢികളിൽ ഒന്നാണ് ഈ ബീക്കൺ ലൈറ്റ്. ആ ബീക്കൺ ലൈറ്റ് മാറ്റിയത് എന്തുകൊണ്ടും ഉചിതമാണ്. ശ്രീ ഡിജോ കാപ്പൻ, സുപ്രീം കോടതി ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർശനമായി പറഞ്ഞിരുന്നു, ഒറ്റവരി ഉത്തരവിലൂടെ വേണേൽ നടപ്പാക്കി കളയും, ഈ ബീക്കൺ ലൈറ്റുകൾ മാറ്റേണ്ടതാണ്, അത്തരമൊരു VIP സംസ്കാരം ആവശ്യമില്ല എന്ന്. ഇവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബീക്കൺ ലൈറ്റ് മാത്രമല്ല, നിരത്തുകളിൽ ജനാധിപത്യം കൃത്യമായി പോകാൻ വേണ്ടി പല ഘടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ അധികാരവർഗം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. മറ്റൊന്ന്, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി ഏതെങ്കിലും ഒരു PSCയുടെ മെമ്പർ അല്ലെങ്കിൽ ജനപ്രതിനിധികളിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും ഇത്തരമൊരു ലൈറ്റ് ഉപയോഗിക്കുന്നു. ഈ ലൈറ്റ് ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങൾ ഇത്തരം ലൈറ്റ് ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്നുണ്ടോ? ഇത് സാധാരണക്കാരന് എത്രമാത്രം ബുദ്ധിമുട്ടാണ്? ശ്രീ ഡിജോ കാപ്പൻ, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പൗരന്മാരെല്ലാവരും തുല്യരാണെന്നാണ് വെയ്പ്പെങ്കിൽ പോലും പ്രത്യേക ആദരവും പരിഗണനയും ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, പല ജനനേതാക്കളും താഴെത്തട്ടിലുള്ള ആളുകൾ അവരുടെ സംസ്ഥാന നേതാക്കൾ മക്കളുടെ വിവാഹം പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് ആ നേതാക്കന്മാരുടെ സമയം നോക്കി വിവാഹം നിശ്ചയിക്കുന്നു. അത് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ മോർച്ചറിയിലിരിക്കുന്ന മൃതദേഹം നേതാവ് പങ്കെടുക്കേണ്ടതുകൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് എടുത്ത പാർട്ടി പ്രവർത്തകരെയും എനിക്കറിയാം. അപ്പം മുമ്പേ ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു വെറും പത്രാസിൻ്റെ ഭാഗമാണ്. ഒരു കേരള സ്റ്റേറ്റ് എന്നെഴുതിയ ബോർഡ് ചെന്നിറങ്ങുക, അല്ലെങ്കിൽ ഒരു ബീക്കൺ ലൈറ്റ് പിടിപ്പിച്ച വാഹനത്തിൽ ചെന്നിറങ്ങുക. പക്ഷേ അതുകൊണ്ട് വല്ലതും കാര്യമുണ്ടോ? ഇപ്പം നമുക്കറിയാം, കറുത്ത കോട്ടിട്ട ആളുകളാണ് ഹൈക്കോടതിയിലും നമ്മുടെ ലോവർ കോർട്ടിലും ഒക്കെ വാദിക്കുന്നത്. പക്ഷേ എല്ലാ കറുത്തിട്ട കോട്ടിട്ട ആളുകൾക്കും നന്നായി വാദിക്കാൻ അറിയത്തില്ല. അപ്പോൾ സമൂഹം കൽപ്പിച്ച് നൽകുന്ന ആദരവ് മേടിക്കുന്നത് തന്നെയാണ് ഇക്കാര്യത്തിൽ ആളുകളിൽ നിന്ന് സ്വീകാര്യത ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ശ്രീ സാജൻ പ്രസാദ്, ഈ നിയമം വരുന്ന സമയത്ത് തന്നെ ഹൈക്കോടതി ജഡ്ജിമാർ, അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസുമാർ തുടങ്ങിയവരുടെയൊക്കെ ലൈറ്റ് മാറ്റുന്ന കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണ്. പക്ഷേ ചിലർ കുറച്ചുകൂടി തുല്യരാണ് എന്നൊരു പഴയ പഴമൊഴിയുണ്ട്.
അത്തരമൊരു നിലപാട് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു. അതൊരു ലൂപ്പ് ഹോളാണ്. ഇതൊരു വേർതിരിവായി കാണുന്നില്ലേ? ഇത് രണ്ട് തരത്തിൽ കാണുന്നതിന്. ഇതൊരു നിയമപരമായിട്ട് 2002 ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ബീക്കൺ ലൈറ്റ് വയ്ക്കാവുന്ന ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ ആ നിയമം നടപ്പിലാക്കുമ്പോൾ അവരല്ല വെക്കുന്നത്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്പം പ്രസിഡന്റ് തുടങ്ങി ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അങ്ങ് പറഞ്ഞ അന്നത്തെ ലിസ്റ്റിനകത്ത് ഒരു ജംബോ ലിസ്റ്റാണെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. അന്ന് സംസ്ഥാന സർക്കാരിനോട് നിങ്ങളായിട്ട് കുറപ്പിക്കുന്നോ അതോ ഞങ്ങൾ ഒറ്റവരിയെ മാറ്റണോ എന്നായിരുന്നു സുപ്രീം കോടതി ചോദ്യം. ആ ലിസ്റ്റിനകത്ത് അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നോട്ടിഫൈ ചെയ്ത് ഇന്ന ആളുകളെന്ന് ഫിക്സ് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ്റുകൾ. അപ്പോൾ ഇവിടെ ശ്രീമാൻ ചെറിയാപ്പള്ളി സാർ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് ടൈറ്റിൽ എന്ന് പറയുന്നത് അബോളിഷ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 18 പണ്ടുള്ള രാജപ്രമുഖോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ടൈറ്റിലിൻ്റെ ഒരു ഭാഗമാണ് ഒരർത്ഥത്തിൽ ഈ ലൈറ്റുള്ള ആൾ കുറച്ച് കൂടിയ ആളാണ്. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആവശ്യകത. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്തിനാ നമ്മുടെ ആംബുലൻസിൽ വെക്കുന്നത്? ആംബുലൻസ് വാഹനം വരുമ്പോൾ ഇത് അത്യാവശ്യ സർവീസാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അല്ലെങ്കിൽ എന്തിനാണ് പോലീസിൽ വെക്കുന്നത്? ഇതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് ചില ആളുകളുടെ വാഹനത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്നത് അത് അസംബന്ധമല്ല. കാരണം ഇപ്പോൾ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജോ നിരത്തിലൂടെ പോകുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ലൈറ്റ് ഇരിക്കുന്നു, അദ്ദേഹത്തിനൊരു നിശ്ചിത സമയത്ത് കോടതിയിലെത്തണം എന്ന് പറയുന്നത് ഔദ്യോഗികമായി അത് ഉപയോഗിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ തെറ്റല്ല, അത് നിയമപരമായി ശരിയാണ്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്നിടത്താണ് തെറ്റ്. ബന്ദ് നമ്മളങ്ങ് നിരോധിച്ചു എല്ലാവരും. പക്ഷേ ഹർത്താൽ വന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണ് പല മന്ത്രിമാരും ബീക്കൺ ലൈറ്റൊക്കെ എടുത്തത്. പക്ഷേ എസ്കോർട്ട് വാഹനങ്ങൾ കുറച്ചിട്ടില്ല. അതേപടി തന്നെ അവിടെ ഇവിടെയെല്ലാം ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കിയിടും. ഇവിടെയുള്ള മന്ത്രിമാരോ ആരോ പോട്ടെ. VIP പോകുന്ന സമയത്ത് രാവിലെ ആണെങ്കിൽ തന്നെയും ബാക്കി എല്ലായിടത്തും എല്ലാവരും ബ്ലോക്കായിട്ട് കിടക്കും. ശ്രീ സാജൻ പ്രസാദ് പറഞ്ഞു ചീഫ് ജസ്റ്റിസിന് പെട്ടെന്ന് കോടതിയിലെത്താൻ വേണ്ടി അദ്ദേഹത്തിന് പോകുമ്പോൾ ആ ലൈറ്റ് വെക്കുന്നത് കുഴപ്പമില്ല എന്ന്. ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ പെട്ടെന്ന് എത്തേണ്ടത് അവനവൻ്റേതായ പല ആവശ്യങ്ങളും ഉണ്ടാകാം. അവിടെയാണ് പലപ്പോഴും VIPകൾക്ക് വേണ്ടി ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. അധികാര ചീനം എന്നുള്ളത് പോട്ടെ, ഈ ബീക്കൺ ലൈറ്റ് എന്ന് പറയാൻ ഞാൻ നേരത്തെ ചോദ്യം നിൽക്കുകയാണ്. ബന്ദ് മാറ്റി ഹർത്താൽ വന്ന പോലെ വേറെ ഒരു ഓപ്ഷനിലേക്ക് വരാനാണോ സാധ്യത കാണുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പ്രവീണെ? ഈ ബീക്കൺ ആർക്കു വേണം എന്ന് ചോദിക്കുമ്പോൾ ഈ കിരീടവും ചെങ്കോലും ഒക്കെ പോലെ തന്നെ എൻ്റെ പവറിനോട് എനിക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ചിഹ്നമാണ് പലപ്പോഴും ബീക്കൺ ലൈറ്റ്. അതുകൊണ്ട് ഇത് ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ അത് പവർ കയ്യിലിരിക്കുന്ന ആൾക്ക് വേണം. ഇതിനെ ഈ ബീക്കൺ ലൈറ്റിനെ മാത്രം നമ്മൾ ഒതുക്കി നിർത്തരുത്. നമ്മുടെ നിരത്തുകളിലൊക്കെ നിൽക്കുന്ന ട്രാഫിക് നോക്കാൻ നിൽക്കുന്ന പോലീസുകാരുണ്ട്. അവർ കൈയും കാലും ഒക്കെ കാണിച്ച് ട്രാഫിക് നടത്തുന്നതിനിടയിൽ കോൺസ്റ്റബിളാണ് നിൽക്കുന്നതെങ്കിൽ SI ആകട്ടെ, സർക്കിളാകട്ടെ, DIG ആകട്ടെ, ഈ ലെവൽ ഏത് കാറ്റഗറി പോലീസുകാരൻ അതുവഴി പോയാലും, സർക്കാർ ബോർഡ് വെച്ച വാഹനങ്ങൾ പോയാലും, മന്ത്രിമാർ പോയാലും ഇവർ സല്യൂട്ട് അടിക്കണം. ഇവരുടെയൊക്കെ സല്യൂട്ട് ഒരു ദിവസം ഒരു 40-50 സല്യൂട്ട് കിട്ടിയാൽ മാത്രമേ ഉറക്കം വരുള്ളൂ എന്നുള്ളത് ആർക്കാണ് ഇവിടുത്തെ പ്രശ്നം? ജഡ്ജിമാരെ എടുക്കുക. രാജാവ് നടന്ന് വരുന്നത് പോലെ ഒരു പക്ഷേ തുടക്കത്തിൽ ഇന്ന രാജ പ്രമുഖൻ വരുന്നു എന്നൊന്നും വിളിച്ചു പറയില്ലായിരിക്കും. പക്ഷേ അങ്ങനെ പറയണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടെ നടന്നു വരുന്ന രീതിയിലാണ് നമ്മുടെ ജഡ്ജസ് കടന്നു വരുന്നത്. ഇനി അടുത്ത് മന്ത്രി വന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്ത DGPയെക്കുറിച്ച് DGP ചെയ്തത് ശരിയല്ല എന്നുള്ള നിലയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഈ പവർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സൊസൈറ്റിയിലെ പവർ ഡിസ്റ്റൻസ്. അത് ഈ അധികാരത്തിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്തരുത്. അച്ഛൻ വരുന്ന സമയത്ത് മകൻ എഴുന്നേറ്റ് നിന്നില്ല എന്നുണ്ട് എങ്കിൽ അതൊരു ബഹുമാനത്തിൻ്റേതല്ലാത്ത ചിഹ്നമായിട്ട് നമ്മൾ കാണുന്നു. അവിടെ ഉണ്ടാകുന്നതും പവർ ഡിസ്റ്റൻസ് ആണ്. സാറിനെ സർ എന്ന് വിളിക്കാതെ, പഠിപ്പിക്കാൻ വരുന്നയാളെ സർ എന്ന് വിളിക്കാതെ പേര് കൂട്ടി വിളിക്കുകയോ അല്ലെങ്കിൽ ഈവൻ ഒരുപക്ഷെ അദ്ദേഹം എന്ന് പറയുകയോ ചെയ്താൽ പോലും അത് ബഹുമാനത്തിൻ്റേതല്ലാത്ത ചിഹ്നമായിട്ട് മാറുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു മന്ത്രിമാരുടെ ഇടയിൽ നടക്കുന്നതിനെ ആയിരിക്കും നമ്മൾ നോക്കിക്കാണുന്നത്. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നിൽക്കുന്ന പവർ ഡിസ്റ്റൻസിൻ്റേതായിട്ടുള്ള ശ്രേണികളിലെ പല നിരകൾ തമ്മിലുള്ള അന്തരത്തിൻ്റേതായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. ഗ്രീറ്റ് ഹോഫ്സ്റ്റഡ് എന്നൊരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെ ഒരു പഠനമുണ്ട്. അതായത് സമൂഹത്തിലെ പവർ ഡിസ്റ്റൻസിനെ കുറിച്ച്. അമേരിക്കയിൽ അതിൻ്റെ പോയിൻ്റ് ഔട്ട് ഓഫ് 126 ആണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 72 ആണ് ഔട്ട് ഓഫ് 100. അതായത് അത്രയും വലിയൊരു പവർ ഡിസ്റ്റൻസ് ഇവിടെ നിലനിൽക്കുന്നു. ഈ പോയിന്റിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു ബീക്കൺ മാറ്റുന്നത് കൊണ്ട് മാത്രം ഈ വിഷയം ഇവിടെ മാറില്ല. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ കൊച്ചുകുട്ടിയെ വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം മുതൽ തന്നെ ഓപ്പോസിറ്റ് മന്ത്രി വരും, മോനെ തൊഴടാ, എഴുന്നേറ്റിക്കടാ, മന്ത്രി വരുന്നടാ എന്ന് പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അവിടെ മുതൽ അഡ്രസ്സ് ചെയ്യാതെ ഒരു ബീക്കൺ മാറ്റുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു യൂണിഫോം മാറ്റുന്നത് കൊണ്ടോ ചില സിസ്റ്റംസ് മാറ്റുന്നതിലോ മാത്രമായി നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു സംസ്കാരത്തിൻ്റെ, മാനസികാവസ്ഥയുടെ, നമ്മുടെ ബിഹേവിയറിൻ്റെ പ്രശ്നമാണ്.